ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. ബാക്കിയെല്ലാം പിന്നെ ഇടാം. അറിവിൻ നിലാവ് ഉസ്താദിൻ്റെ വീട്ടിൽ പോവുകയാണ് നമ്മൾ. എല്ലാം അവിടെ പോയിട്ടുള്ളതൊക്കെ നമ്മൾ പിടിച്ചിടുക. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ ബസ് ഇറങ്ങി മക്കളെ. ഇതാണ് മഞ്ചേരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും, മമ്മിക്ക് അറിയില്ല. അമ്മ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മഞ്ചേരിയിൽ ബസ് ഇറങ്ങിയത്. മഞ്ചേരി ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ കട കണ്ടപ്പോൾ കുട്ടികൾ എന്തൊക്കെ സാധനം വാങ്ങാനോ അവർക്ക് ചായ കുടിക്കണമെന്നുണ്ടോ വാങ്ങി കഴിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇതാ കടയിൽ കയറാൻ പോവുകയാണ് ഇവർ. നമ്മൾ രണ്ടാളും കുടിച്ചിട്ടില്ല, വലിയവരാരും. കുട്ടികൾ 2-3 ആൾക്കാരൊക്കെ കയറി ഇവിടെ കടയിൽ കയറി ചായയൊക്കെ കുടിക്കുകയാണ്. അല്ലാണ്ട് ഞാൻ എത്തുമ്പോഴത്തേനും ചോറ് കിട്ടുമ്പോഴത്തേനും വിശക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കും അവർക്ക്. കോഴിക്കോട് നേരിട്ട് ബസ് ഉണ്ട്, അത് നമുക്ക് കിട്ടിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ബസ് കയറി ഒറ്റപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം. ബസ് നമ്മളവിടെ ഇറങ്ങി വീണ്ടും വേറൊരു വണ്ടി കയറി ഇതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മുന്നേ എല്ലാവർക്കും അറിയാൻ പറ്റും, യൂട്യൂബിലൊക്കെ ഉണ്ട്. അറിവിൻ നിലാവ് എന്ന് പറഞ്ഞ ഉസ്താദ് നല്ല ഫലമുള്ള ആളാണ്. എല്ലാവരും ഓരോന്നിനായിട്ട് പോയതും വരുത്തും മറ്റെന്താണ് വെള്ളം വെക്കുക വന്നിരിക്കുക എന്തൊക്കെ ഉള്ള അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ഉസ്താദാണ്. മുന്നിൽ കൂടെ അല്ല നിങ്ങളൊക്കെ കാണുക. ഇഷ്ടം പോലെ ആണുങ്ങളും ഇഷ്ടം പോലെ പെണ്ണുങ്ങളും ഇഷ്ടം പോലെ വണ്ടി എല്ലാം ഉണ്ട്. പക്ഷേങ്കിലും നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുക കേട്ടോ. അതാണ് സംസാരിക്കാനും കഴിയില്ല. വണ്ടിയിൽ പാട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ പോയാൽ മതി, ഇപ്പം അടുത്തെത്തും. തൊട്ടടുത്ത് സൗണ്ടിന് എന്തോ വ്യത്യാസമൊന്നും വിചാരിക്കരുത്. എനിക്ക് ജലദോഷം കഫക്കെട്ടും കരിയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് അങ്ങനെ ഇതാ മക്കളെ നമ്മളിവിടെ വന്ന് ഇറങ്ങിയതാ. അറിവിൻ നിലാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലം ഉണ്ടാവും. കണ്ടമാനം ആൾക്കാരാണ് ഈ സ്ഥലത്തിൻ്റെ അന്നൊക്കെ ഉണ്ടാകുക. ഇന്ന് പിന്നെ അതല്ലാത്ത ദിവസം അതിനെക്കൊണ്ടാണ് കുറച്ച് ആൾക്കാർ ഈ സ്ഥലത്ത് ഫുള്ള് വണ്ടി നിറയും. ആൾക്കാർ വന്നിട്ട് ആൾക്കാരും വണ്ടിൻ്റെ ഒരു കളിയാണ്. ഇന്നിപ്പോൾ ഇല്ലാത്തത് നിങ്ങൾ വിചാരിക്കണം എന്താ അങ്ങനെയെന്ന്. നമ്മൾ വന്നന്ന് അത്ര സ്ഥലത്തും കാര്യത്തിൻ്റെ അന്നല്ല നമ്മൾ വന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നല്ല ഫലമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ വന്നാൽ നല്ല ഫലം, അവരൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ സഫലമാക്കി കിട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ ഞാനും കുറേ ആൾക്കാർ കുട്ടികളിനോട് ദുആ ചെയ്യാൻ പറയും. മക്കളില്ലാത്ത ആൾക്കാർക്കൊക്കെ റബ്ബ് മക്കളെ കൊടുക്കട്ടെ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ. പിന്നെ എന്താ പറയുക, കുറേ ആൾക്കാർ സുഖമില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു സൗജത്തുണ്ട്, വയറുവേദനയാണെന്നും ഓളം സുഖേട്. അതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് സുഖേടുള്ളവർ. എല്ലാവരും സുഖേട് പെടുത്ത വർക്കത്തിനെ കൊണ്ടും അള്ളയ റസൂലിൻ്റെ പെടുത്തിയ വർക്കത്തിനെ കൊണ്ട് മാറി കിട്ടട്ടെ. നമ്മളെ ദ്വയ കൊണ്ടും എല്ലാവരും എന്താ പറയാ എന്താ ആയിക്കോട്ടെ. ഉസ്താദ് ആദ്യം ചെറുപ്പത്തിലെ വന്ന വീട്ടിലെ ഞാൻ കാണാറൊക്കെ ഉണ്ട്. അന്ന് മുതലേ കാണിക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല. ഇവളാണ് ഇവിടെ വരുത്തിച്ചാന്ന്. ഇത് ഇതിൽ കാണും. അൽഹംദുലില്ലാ, നേരിൽ കണ്ടതിനെ കൊണ്ട് വളരെയധികം സന്തോഷം. കാരണം ഒന്ന് വരണമെന്നും നേരിൽ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കണ്ട് വളരെയധികം സന്തോഷമായി. അതുപോലെ എല്ലാവർക്കും വരാനും കാണാനും ഒക്കെ ഉള്ളാവും തൗഫീക്ക് ചെയ്യട്ടെ. അവരെ സലാത്തിന് പങ്കെടുക്കാനൊക്കെ ഉള്ളാവും തൗഫീക്ക്. പുതുതായിട്ട് പള്ളി പുതിയ പള്ളി എടുക്കുകയാണ്. അൽഹംദുലില്ലാ, വേഗം എടുക്കട്ടെ, ഹയറാവട്ടെ, ആമീൻ. ആടിനെ കണ്ട ആട് ഇതാ പോണ് 3-4 ഇതൊക്കെ ഇവിടെ ഉള്ള പോറ്റിനാടാ കേട്ടോ. പോറ്റിനാടാ അതൊക്കെ. അടിപൊളി.
ഇതാരാണിത്? അതോ എന്നെ കുത്തു. എന്തേ മോനെ, സുഖാണോ? 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 നീ വന്ന് തിരിഞ്ഞാളങ്ങോട്ട് മുഖം കാണാം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ കുടുംബങ്ങൾക്കും മക്കൾക്കും ഭാര്യക്കും കൂട്ടുകുടുംബത്തിനും നമ്മളെ ലൈവിൽ വരുന്ന എല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും, എൻ്റെ ആങ്ങള, അനിയത്തിമാർ, ഞാൻ, ഭർത്താവും, മക്കൾ, കൂട്ടുകുടുംബം, നമ്മളെല്ലാ ആൾക്കാർക്കും, വിദേശികൾക്കും, ലൈവിൽ വരുന്നവർക്കും, യൂട്യൂബ് കാണുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു ഒരുപാട് സന്തോഷവും ബർക്കത്തും ഹയറും കൊടുക്കട്ടെ. എല്ലാവരും ആയുസ്സും ആരോഗ്യ ആഫിയത്തും സന്തോഷം സമാധാനമൊക്കെ കിട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എൻ്റെ ലൈവിൽ വരുന്ന ഒരു മോളെയും ഉമ്മനെയും കണ്ട് ഞാൻ വളരെയധികം സന്തോഷം കേട്ടോ കണ്ടപ്പോൾ. അതുപോലെ ഇതിൻ്റെ മുന്നേ ഒരു കല്യാണത്തിന് പോയപ്പോഴും ഞാൻ കണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് അതുപോലെ ഇനിയും കാണാനും സംസാരിക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.